ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമ, മലയാള സിനിമ, RDXൻ്റെ സംവിധായകൻ ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ, ഗംഭീര സിനിമയാണെന്ന് നമുക്ക് പിന്നാമ്പുറങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗംഭീര ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഗംഭീര സിനിമയാണ്. ദുൽഖർ സൽമാൻ കംപ്ലീറ്റ് ഫൈറ്റൊക്കെ ഗംഭീരമാക്കിയിട്ട് വരാൻ പോകണം. അതിന് പിന്നിൽ പ്രവർത്തിച്ച് ഫൈറ്റിനൊക്കെ തയ്യാറായിട്ടാണ്. അതിനെപ്പറ്റി ക്ലാസ്സുകളും ഒക്കെ പോയിട്ട് അദ്ദേഹം ദുൽഖർ വെറൈറ്റി പെട്ടയ്ക്കാൻ വേണ്ടിയിട്ട് വരാണ്. ഗംഭീര ഫൈറ്റ്. നഹാസ് ഹിദായത്തിൻ്റെ സിനിമ വരാൻ പോവാണ്. അപ്പോൾ മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ ഹൈദരാബാദ് പൂജ നടക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഹൈദരാബാദ് ഗംഭീര ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീര ഫങ്ഷൻ വെച്ചിട്ടാണ് നഹാസ് ഹിദായത്തിൻ്റെ ആക്ഷൻ സിനിമയായിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ ആ സിനിമയിൽ എസ് ജെ സൂര്യ, പെപ്പ ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അത് ഗംഭീര സിനിമ എന്നാൽ ഇട്ടീര പെരുന്നാൾ സിനിമയാണ്. അതിന് ദുൽഖറിനെ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ദുൽഖറിന് ആക്ഷൻ അത് പറ്റില്ല എന്ന് കുറേ ചപ്പട്ടകൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്കുള്ള ചങ്കിലുള്ള ഇടിയാണ് ദുൽഖർ പടയ്ക്കാൻ പോണത്. ദുൽഖറിൻ്റെ ഗംഭീര മലയാള സിനിമയാവും നഹാസ് ഹിദായത്തിൻ്റെ പുതിയ സിനിമ. ആ സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല. ആ സിനിമയുടെ പൂജ ഹൈദരാബാദ് മാർച്ച് ആദ്യത്തെ ആഴ്ചയിൽ അതിഗംഭീരമായ പ്രോഗ്രാം വെച്ച് നടത്താണ്. അപ്പോൾ എന്തായാലും പടയ്ക്കാൻ പോകുന്നുണ്ട് ദുൽഖർ മലയാളത്തിൽ. തെലുങ്കിൽ കിടന്ന് ഇപ്പോൾ തെലുങ്കിൽ നിന്ന് ആൾക്ക് വരാൻ നേരമില്ല. തെലുങ്കന്മാർ കൈയും കാലും പിടിച്ചിട്ട് അവർ പറയണത് മലയാള സിനിമയിലും പൂജയൊക്കെ അവിടെ വെച്ചപ്പോൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണത്. ഞങ്ങൾ അതിൻ്റെ ഫുൾ ചിലവും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നിന്നെ വിടില്ല എന്ന് പറയണത്. തെലുങ്കന്മാരെന്തായാലും ദുൽഖറിന് വിടാൻ പോകണില്ല. അപ്പോൾ ആ സിനിമയായാലും ആർട്ടിസ്റ്റ് അപ്പോൾ അവർ തെലുങ്കിലും തമിഴിലൊക്കെ ഡബ് ചെയ്തിട്ട് ഇറക്കാൻ സാധ്യതയുള്ള സിനിമയായിരിക്കും. എന്തായാലും പാൻ ഇന്ത്യൻ ലെവൽ സിനിമയായിരിക്കും. എന്തായാലും ദുൽഖറിൻ്റെ എല്ലാ സിനിമകളും പാൻ ഇന്ത്യൻ ലെവൽ സിനിമകളാണ്. ഇതൊക്കെ കണ്ടിട്ട് ഒരു കൂട്ടർക്ക് ഭയങ്കര കുരുകൂട്ടുണ്ടാവും. മറ്റേ ഡാവാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാണ്ട് ഇങ്ങനെ മല കയറി കാട് കയറി നടക്കുക. ആരൻ പറഞ്ഞ പോലെ ഒട്ടകത്തിനെ തീറ്റ കൊടുത്തിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള സിനിമകൾ ഫാദറിൻ്റെ സിനിമകളും വിജയിക്കുന്നില്ല. ഇവിടെ ഫാദറിൻ്റെ സിനിമകളും വിജയിക്കുന്നു. ചെക്കൻ പോയിട്ട് എല്ലാ ഭാഷയിലും തകർത്ത് പോയിരിക്കുന്നു. തെലുങ്കിൽ പോയി 100 കോടി, തമിഴിൽ പോയി എല്ലായിടത്തും 100 കോടി. ഇപ്പോൾ കാന്ത സിനിമ വരുന്നു തമിഴിൽ, അത് അതിഗംഭീര റോള്. എന്തൊട്ട CS അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഓക്കെ.